ആ പൊങ്ങും പൊങ്ങും. ഇത് ഇച്ചിരി കൂടെ അടുത്ത് വെച്ച്. ആ നീ ആ കട്ടിലെ പിടിച്ചോണ്ട് പൊങ്ങ ചച്ച. പൊങ്ങാൻ പറ്റും നമ്മൾ. അത് ട്രിക്ക് അറിയാത്തതാണ്. മിനിച്ചോ ആ നടന്നോ. വന്നോ ചെയ്യാ. ആ അത് തന്നെ. തുണി അങ്ങനെ കുഞ്ഞുമനെ ഈ തുണി എടുത്ത് അടുക്കളയിൽ കൊണ്ടുവരും. അത് അച്ഛൻ്റെ തുണി അങ്ങ് എടുത്തു രണ്ടും ഇട്ടോ. ആ വാ വാ. മാറിക്കൊടുക്കടാ. നടക്കുന്ന വരാൻ കൊടുത്തിട്ടില്ലേ? ഒരു 1 മാസം കഴിഞ്ഞില്ലേ ഈ വല്യച്ഛൻ ഈ കൈ കൊണ്ട് അടിബലം കൊടുക്കുന്നേ. മറ്റേ കാലിന് അരക്കത്തേ ഉള്ളൂ. പേടി കൊണ്ടാ കട്ടിലെന്ന് എഴുതേക്കാത്തത്. ആ അല്ല മുമ്പേ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞ് ബോർഡിങ് എന്ന് പറഞ്ഞ് അങ്ങ് എത്തിക്കണം. എത്തി ലേറ്റ് ഫ്ലൈറ്റാ. ലേറ്റ് അല്ല 11 മണിയാവും. ബാ ബാ. വില ഇപ്പോൾ കുറവല്ലേ. പണ്ടത്തെ ഷെയർ ആയിരുന്നെങ്കിൽ ഇവനെ വിളിച്ചായിരുന്നെങ്കിൽ അവന് എടുക്കും ഫോൺ. അവന് ഒത്തിരി ഉറങ്ങത്തില്ല. ബാ. ചുമച്ചയാ. ഇത്ര നാൾ ഇരിക്കുമല്ലായിരുന്നോ? കിടക്കുകയോ ഇരിക്കുകയും കിടക്കുക വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടക്കണം. വിളിക്കൊന്നുമല്ല ഇവിടെ ഇരിക്കും. അങ്ങോട്ടാ കുട്ടിക്ക് കഴിയിട്ടുണ്ടെന്ന് കഴിക്കുന്നു. And the share goes. അങ്ങോട്ടങ്ങ് ചെന്നിട്ടിരുന്നാൽ മതി. കസാരയുടെ കാലെ കമ്പി മുട്ടല്ലേ? ഇല്ല. അച്ചാച്ചന് പറയുന്ന കൂട്ടൊന്നുമല്ല. നല്ല ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ഒക്കെ ചെയ്ത് നിൽക്കുക. അങ്ങ് അറ്റത്തോട്ട് ചെല്ല അച്ചച്ചൻ. അച്ചച്ചന് നടക്കാൻ വയ്യെങ്കിൽ
വീൽ ചെയർ റെഡിയാക്കുക. ഇത് മുളകാണ്. അയ്യോ അതേ വെച്ച് കൊണ്ടുവന്നാൽ മതിയായിരുന്നു വലിയ ഇച്ചിരി കൂടെ പുറകോട്ട് വേണം. ഇതെടുക്കാം, നമുക്ക് മുറിച്ചെടുക്കാം. ഇരുന്നോ 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 ആ ഇരുന്നോ. ഇരിക്കച്ചാ പേടിക്കണ്ട, ഇരുന്നോ. കസേര തന്നെ ഇരിക്കുന്നേ. ഇത്രയും പോകത്തില്ല, ഞങ്ങളിവിടെ കാല് വെച്ചണത്. കസേര നീങ്ങത്തില്ലല്ലോ. ഇനി ഇങ്ങോട്ട് തിരിച്ചു ഇനി അത് വിട്ടേക്ക്. ആ സ്റ്റാൻഡ് പോയി. സ്റ്റാൻഡ് കൊണ്ട് മെല്ലെ തിരിച്ചാൽ മതി. നിങ്ങൾ എന്തോ ചെയ്യുന്നത്? അച്ഛന് പൈസ കൊടുക്കുന്നുണ്ട്. അതിനെ നിർത്തി പൈസ. എന്നിട്ട് പോയി ബുക്ക് എടുത്തോ. ഡോറാഷൻ പഠിക്കുന്നതിന് ആളെ കീച്ച് കൊടുക്കുന്നുണ്ട് വെച്ച്. 1 മണിക്കൂർ അവൻ പഠിക്കണം. അത് കഴിഞ്ഞ് അവൻ എന്തോ എഴുതും ചെയ്യുക. പഠിക്കും 1 മണിക്കൂർ. അടുത്തൊന്നും നല്ല തൊലിക്കട്ടിയാ. ട്യൂഷൻ ഉണ്ടെങ്കിൽ വിടണം. പറ്റൂ. ഞാൻ അടിച്ചു കഴിഞ്ഞാൽ ബൊമ്മയുടെ കൂട്ടാൻ ഇരിക്കും. ആ ടീച്ചറിന്റെ നല്ലതായിട്ട് പഠിച്ചോളൂ. ചിട്ടിയോ? ചിട്ടി പറഞ്ഞാൽ കേൾക്കൂ. ചിട്ടിയിട്ട് കൂറത്തെറി വിളിക്കും. അതങ്ങനെ അവനറിയാം അവൻ്റെ ചിട്ടിപ്പപ്പ എങ്ങനെ അടിക്കുമെന്ന്. അതുപോലെ ഒറ്റ എണ്ണ കൊടുക്കൂ. പിന്നെ ചിട്ടി എടുത്ത് വാങ്ങും അവനെ. കിട്ടി അടിക്കൂടി ഇവനെ. പിന്നെ കൂറത്തെറിയും. പിന്നെ അവൻ പറഞ്ഞ കേൾക്കത്തില്ല. തെറിയെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ തെറിയല്ല. അത്രയ്ക്ക് അതുകൊണ്ട് ആ ചവിട്ടി ഇങ്ങനെ എടുത്തോണ്ട് ഇവിടെ ഇട്ട് കൊടുക്കും. കാല് താഴെ വെക്കാം. എടാ ലക്കി അത് കാല് വെച്ചോ. ഇച്ചിരി കൂടെ പുറമോട്ട് എടുത്തേ സ്റ്റൂള്. ഇങ്ങനെ പുറമോട്ട് വെച്ചോ ചിച്ചാ. ഇങ്ങനെ കൈ നീട്ടി വെക്കാൻ പറ്റുമോ? എടാ തോർത്ത് കാലല്ലിട്ടാ വൃത്തികേട് അറിയത്തില്ലടാ. തോർത്തെത്ത് കാലല്ലേ തോർത്തെത്തണം കാലിലിട്ട.